നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ 10 വർഷങ്ങളായി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അങ്ങിങ്ങായി ചില ഇടർച്ചകൾ, ചില വീഴ്ചകൾ ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് കണ്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ വലിയൊരു പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ വർണ്ണക്കൂടാരം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. വർണ്ണക്കൂടാരം, ഈ വർണ്ണക്കൂടാരം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 1516 എണ്ണമാണ് രൂപീകരിക്കാനിരുന്നത്. 1516 വർണ്ണക്കൂടാരം സ്ഥാപിക്കാനായിട്ടാണ് ഇരുന്നത്. ടോട്ടൽ, അതായത് ഒരു സ്കൂളിന് വേണ്ടിയിട്ട് ഏകദേശം 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ചെലവ് പ്രതീക്ഷിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത്. ഈ 10 ലക്ഷം രൂപയിൽ 60 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരും 4 ലക്ഷം രൂപ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും വഹിക്കുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു ഈ വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞാൽ. ഈ വർണ്ണക്കൂടാരം വളരെ സിമ്പിളായി നമുക്ക് പറഞ്ഞു പോകാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ല. ഈ വർണ്ണക്കൂടാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് സമഗ്രമായ ഒരു പദ്ധതി വികസനമാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏകദേശം 13 തരത്തിൽ കുട്ടികളിലെ നൈപുണ്യ വികസനം, കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന അവരുടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ശരിക്കും ഇത്. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇതിനെ 13 ഇടങ്ങൾ എന്നാണ് അവർ പറയുന്നത്. 13 ഇടങ്ങളായി തിരിച്ചിട്ടാണ്, അല്ലെ 13 ഇടങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ വർണ്ണക്കൂടാരം അല്ലെങ്കിൽ ആക്ടിവിറ്റി കോർണർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വർണ്ണക്കൂടാരം കൊണ്ടുവന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ സ്റ്റാർസ് എന്ന് പറയുന്ന പദ്ധതി ഇതുപോലെ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്നതാണ്. ഇത് ശരിക്കും പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അവർക്ക് പഠന നിലവാരം ഉയർത്തുന്നതിനും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അടക്കം ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രീ പ്രൈമറി സ്കൂളുകളിലേക്ക് ഈ വർണ്ണക്കൂടാരം കൊണ്ടുവന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 1268 സ്കൂളുകളിൽ വർണ്ണക്കൂടാരം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ നിലവിലത്തെ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ പദ്ധതി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് പോയി. ഇനിയും പൂർത്തീകരിക്കാനുള്ളത് ഏകദേശം 248 വർണ്ണക്കൂടാരങ്ങൾ ഇനിയും നമ്മുടെ സ്കൂളുകളിൽ സ്ഥാപിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പം മൊത്തം ഇതിൻ്റെ അടങ്കൽ തുക 151.6 കോടി രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം 1268 സ്കൂളുകളിൽ വർണ്ണക്കൂടാരം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വർണ്ണക്കൂടാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും? അതിൽ ഒന്നാമത്തെ ഇടം ഭാഷാ വികസന ഇടം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇടമുണ്ട്. അപ്പോൾ അതെന്താണ്? നമ്മുടെ കുട്ടികളെ പ്രീ പ്രൈമറി വരെയുള്ള അല്ലെങ്കിൽ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ സംസാരിക്കാനുള്ള ശേഷിയും ഭാഷയിലുള്ള അവരുടെ വികാസവും ലക്ഷ്യമിട്ടിട്ടാണ് അവിടെ വായന, എഴുത്ത് എന്നീ 2 ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ വരുന്നത് ഗണിത ഇടം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഷയുടെ വികാസനമാണെങ്കിൽ 2 ഗണിത ഇടം, അതായത് കളികളിലൂടെ ലളിതമായ ചെറിയ ചെറിയ സാമഗ്രികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കണക്കിൻ്റെ ആദ്യ പാഠങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസാണ് ഗണിത ഇടം എന്ന് പറയുന്നത്. പിന്നെ ശാസ്ത്ര ഇടം എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തത് ശാസ്ത്ര ഇടമാണ്. അതായത് കുട്ടികൾക്ക് ഈ ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കാൻ, എന്നിട്ട് അതോടൊപ്പം തന്നെ ലഘുശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ, കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക, അതിനു വേണ്ടിയിട്ടാണ് ശാസ്ത്ര ഇടം എന്ന് പറഞ്ഞുകൊണ്ട് 3ാമത്തെ ഇടം കൊണ്ടുവരുന്നത്. പിന്നെ ഒന്ന് 4ാമത്തെ ഇടമാണ് ആവിഷ്കാര ഇടം അല്ലെങ്കിൽ കുഞ്ഞരങ്ങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടികളുടെ മറ്റുള്ള കലാപരമായ കഴിവുകൾ, അതോടെ അഭിനയശേഷി, വരയ്ക്കുക, എഴുതുക, അഭിനയിക്കുക, പാടുക തുടങ്ങിയ അതെല്ലാം വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ഒരുക്കിയ ഒരു ചെറിയ സ്റ്റേജ് പോലെയുള്ള ഒരു സംവിധാനമാണ് ഈ ആവിഷ്കാര ഇടം അല്ലെങ്കിൽ കുഞ്ഞരങ്ങ് എന്ന് പറയുന്നത്. പിന്നീട് 5ാമത്തതാണ് കരകൗശല ഇടം, അതായത് ക്രിയേറ്റീവ് ആർട്ട് ഏരിയ എന്ന് പറയും. അത് അറിയാമല്ലോ, കളിമണ്ണ് ഉപയോഗിച്ചുകൊണ്ടുള്ള ശില്പനിർമ്മാണം, ഒറിഗാമി, ക്രാഫ്റ്റ് വർക്കുകൾ, ഇവയിലൂടെ കുട്ടികളുടെ സർഗാത്മക വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പറയുന്ന കരകൗശല ഇടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത 6ാമത്തതായി വരുന്നത് വർണ്ണ ഇടം എന്ന് പറയുന്ന ഒന്നാണ്. എന്താണ് വർണ്ണ ഇടം? കുട്ടികൾക്ക് സ്വതന്ത്രമായി വരയ്ക്കുക, അതോടൊപ്പം നിറങ്ങൾ നൽകാനുള്ള ചുവരുകൾ, അതോടൊപ്പം തന്നെ ബോർഡുകൾ. അപ്പം കുട്ടികൾക്ക് വരയ്ക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് അവരുടെ കലാപരമായ വരപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന കലാചാതുരിയുമായി
ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരിടം അതിനകത്തുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ 7 നിർമ്മാണ ഇടം എന്ന് പറയുന്ന മറ്റൊരു ഇടമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ബ്ലോക്ക്, പസിൽ, അത് നമ്മൾ വീട്ടിലെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവ ഉപയോഗിച്ച് പല രൂപങ്ങൾ നിർമ്മിക്കുക, അതിലൂടെ ഉണ്ടാകുന്നതാണ് കുട്ടികളുടെ ബുദ്ധിപരമായ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഈ പറയുന്ന നിർമ്മാണ ഇടത്തിൽ വരുന്നതാണ്. പിന്നെ 8ാമത്തത് ആട്ടവും പാട്ടും എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിലെ പാട്ടുകൾ പാടാൻ, പിന്നെ അതോടൊപ്പം താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുക, അതോടൊപ്പം തന്നെ ലളിതമായ ചില സംഗീത ഉപകരണങ്ങൾ അവരെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വായിക്കാൻ അവരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അത് പരിചയപ്പെടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇനി അടുത്തത് പഞ്ചേന്ദ്രിയാനുഭവ ഇടം എന്ന് പറയും. പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കറിയാമല്ലോ, ഈ നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, അത് തൊട്ടറിഞ്ഞും കണ്ടും കേട്ടും രുചിച്ചും. അപ്പം നമ്മൾ ഇപ്പം ഈ അറിയുന്ന പോലെ കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടി പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ 10ാമത്തതെന്ന് പറഞ്ഞാൽ ഹരിതോദ്യാനം എന്ന് പറയുന്നു. കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്നതിൻ്റെ ഏറ്റവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരെണ്ണം നല്ലതാണ്. അപ്പോൾ ചെടികൾ നടുക, അങ്ങനെ അതിലൂടെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന ചെറിയ തോട്ടമാണ് അതൊരു ഹരിതോദ്യാനം എന്ന് പറയുന്ന ഒരിടം. പിന്നീട് അകം കളിയിടം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ഇൻഡോർ പ്ലേ ഏരിയ. അപ്പോൾ ക്ലാസ് മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാവുന്ന ഇൻഡോർ ഗെയിമുകൾ എന്ന് പറയില്ലേ, കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ കളികൾ അടങ്ങുന്ന ഒരിടം. പിന്നെ പുറംകളിയിടം, അതായത് ശാരീരിക വികാസത്തിനായി, മറ്റേത് മെൻ്റൽ ഡെവലപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പുറം കളിയിടം എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ശാരീരികമായ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഊഞ്ഞാൽ, സീസോ, സ്ലൈഡ് അങ്ങനെ തുടങ്ങിയ ശിശു സൗഹൃദ ഔട്ട്ഡോർ കളിസ്ഥലമാണ് അവരുദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പൊതുവിൽ ഈ പറയുന്ന ചിൽഡ്രൻസ് പാർക്കിലൊക്കെ നമ്മൾ കാണുന്ന സ്ഥിതിവിശേഷം. ഈ ഇടം എന്ന് പറയുന്നതുകൊണ്ട് അത് ഡിജിറ്റൽ കോർണർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ടെലിവിഷൻ, സൗണ്ട് സിസ്റ്റം, കമ്പ്യൂട്ടർ തുടങ്ങിയ ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയുള്ള ദൃശ്യശ്രാവ്യ പഠന ഇടമായി മാറുന്നു. അത് നമ്മൾ ഇന്ന് ഹൈസ്കൂളുകളിലും പ്ലസ് ടുവിലും ഒക്കെ ഉപയോഗിക്കുക സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്താണ്. അതോടൊപ്പം തന്നെ അതിനുള്ളിൽ ചെലവ് കൂടാതെ ശിശു സൗഹൃദ ഫർണിച്ചറുകൾ, ആകർഷകമായ ചുവർചിത്രങ്ങൾ, അങ്ങനെ ഓരോ സ്കൂളുകളിലും ഇതിൻ്റെ ഭാഗമായി ഒരുക്കി എടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ വർണ്ണക്കൂടാരം എന്ന് പറയുന്ന സംവിധാനത്തിന് കൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത്. ഇത് കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയും ഈ പറയുന്ന പോലെ ഇവിടെ പിന്നെ കുട്ടികൾക്ക് അവരുടെ പഠന വികാസത്തിനും പഠന നൈപുണ്യ വികസനം അല്ലെങ്കിൽ കുട്ടികളുടെ എല്ലാ തരത്തിലുമുള്ള വികസനത്തിന് വേണ്ടിയിട്ട് സർവ്വശിക്ഷ അഭിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ SSKയുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു വലിയ പദ്ധതി തന്നെയാണ് ഇതെല്ലാം. പക്ഷേ അതെല്ലാം നിർത്തലാക്കുക എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിയിലേക്കാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കുട്ടികൾ ഇനി ഇതൊന്നും പഠിക്കണ്ട, കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യമേ ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കുട്ടികളോട് കഴിഞ്ഞു പോയ ഒരു സംസ്ഥാന സർക്കാർ അവർ ഏതെല്ലാം തരത്തിൽ ഡെവലപ്ഡ് ആകണം എന്നതിനെക്കുറിച്ച് ഒരു വിഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ വന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമുക്ക് അറിഞ്ഞു നോക്കിക്കോളൂ, ഈ പറയുന്ന 151 കോടി രൂപയുടെ പിന്നെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടത്. പക്ഷേ നമുക്ക് ഇപ്പോഴും 60% കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ 60% കിട്ടാതിരുന്നിട്ട് കൂടി നമ്മുടെ സംസ്ഥാനത്തെ 1516 സ്കൂളുകളിൽ 1268 സ്കൂളുകളിൽ വർണ്ണക്കൂടാരം ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ രസകരമായ ഒരു കാര്യം. അപ്പോൾ കഴിഞ്ഞ സർക്കാർ എത്ര അനുഭാവപൂർണ്ണമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടിരുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത് എന്നതിനെക്കുറിച്ച് അവരുടെ ഒരു ദീർഘവീക്ഷണം എത്രത്തോളം വലുതായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതായിരുന്നു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ. എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ അത് നിർത്തലാക്കുകയാണ്. അപ്പം കാരണം ഇതൊക്കെ അധിക ചെലവായി മാറുകയാണ്. കുഞ്ഞുങ്ങളുടെ വികസനം, കുഞ്ഞുങ്ങളുടെ പഠനം എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അധിക ചെലവാണ്. കാരണം അവർക്ക് വിഴിഞ്ഞം പോർട്ട് വിൽക്കണം, അദാനിയെ കൊണ്ട് വിൽപ്പിക്കണം. ഇത് കൂടാതെ നമ്മുടെ ഏകദേശം 200ഓളം വരുന്ന പിന്നെ തുറമുഖങ്ങൾ, ചെറിയ ചെറിയ തുറമുഖങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങണം. അത് PPP ആയിട്ട്, പബ്ലിക് പ്രൈവറ്റ് ഒരു പരിപാടിയായിട്ട് നമ്മുടെ തീരദേശങ്ങളിൽ തുടങ്ങണം. അങ്ങനെ നമ്മുടെ തീരദേശത്ത് കിടക്കുന്ന കരിമണൽ അവർ മോഷ്ടിച്ചുകൊണ്ട് പോകണം. ഇതൊക്കെയല്ലേ അവരുദ്ദേശിക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ വികസന പദ്ധതികൾ. കാരണം എന്താ, ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതുകൊണ്ട് എന്താണ് സർക്കാരിൻ്റെ നേട്ടം?
അതോടൊപ്പം തന്നെ ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ഇടപെടാതിരിക്കാൻ വേണ്ടി, അതായത് ഈ പറയുന്ന ഷിപ്പിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ ഈ MSC എന്ന് പറയുന്ന ഒരു കമ്പനിക്ക്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് അദാനി 49% ഓഹരി അയാൾക്ക് 10,000 രൂപയോളം ലാഭത്തിൽ വിറ്റ് തൊലച്ചിട്ടും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയല്ലേ, അല്ലെങ്കിൽ നടപടി ഉണ്ടാതിരിക്കാൻ വേണ്ടിയല്ലേ ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായി കൈകോർക്കുന്ന സംസ്ഥാന സർക്കാർ. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ചില ഉള്ളുകളികളുണ്ട്. അല്ല, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെറും ഒരു പ്രഹസനം എന്നുള്ള നിലയിൽ ഒരു സമിതിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്ന പോലെ ഇതിനെല്ലാം പൊളിറ്റിക്കലൈസ് ചെയ്ത് തന്നെ കാണേണ്ടി വരും, രാഷ്ട്രീയമായി തന്നെ ഇതിനെ പലതിനെയും കാണേണ്ടി വരും. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഈ പറയുന്ന വർണ്ണക്കൂടാരം പദ്ധതി ഉപേക്ഷിക്കുകയാണ്, ഞാൻ നിർത്തലാക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഈ പറയുന്ന 13 ഇടങ്ങൾ നമ്മൾ കേട്ടിട്ട്, ഈ 13 ഇടങ്ങൾ കൊണ്ട് ഈ പ്രീ പ്രൈമറി മുതൽ അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകാവുന്ന മാനസിക ശാരീരിക വികസനം, ബൗദ്ധിക വികസനം, ഇതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അപ്പോൾ രണ്ട് സർക്കാരുകളും, അതായത് കഴിഞ്ഞ LDF സർക്കാരും അല്ലെങ്കിൽ V ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയും അതിനുശേഷം ഇപ്പോൾ കയറി 2026 അധികാരമേറ്റ N ഷംസുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ. അവിടെ കുട്ടികൾ പഠിക്കേണ്ട, കുട്ടികൾ അങ്ങനെയൊന്നും പഠിക്കേണ്ട, കുട്ടികൾ വെറുതെ സ്കൂളിൽ പോവുക, പഠിക്കുക, ഉള്ള സിലബസ് പഠിക്കുക, PM ശ്രീ നടപ്പിലാക്കുകയാണെങ്കിൽ അത് വെച്ച് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കേണ്ടതൊന്നും പഠിക്കേണ്ട, നിങ്ങൾക്ക് എന്ത് വികസനം, എന്ത് ഡെവലപ്മെൻറ്റ്, നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തോളൂ, വീട്ടിൽ പോയി ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.